നിയമസഭാ തെരഞ്ഞെടുപ്പിൽ താൻ എലത്തൂരിൽ മത്സരിക്കണോ വേണ്ടയോ തീരുമാനിക്കേണ്ടത് പാർട്ടി ദേശീയ നേതൃത്വമാണ് എന്ന് AK ശശീന്ദ്രൻ 24 പറഞ്ഞു. മത്സരിക്കണമെന്ന് തന്നോട് ആവശ്യപ്പെട്ടാൽ എത്ര ബുദ്ധിമുട്ടുണ്ടെങ്കിലും മത്സരിക്കുമെന്നും AK ശശീന്ദ്രൻ പറഞ്ഞു. AK ശശീന്ദ്രൻ മാറി നിൽക്കണമെന്ന് ഇന്നലെ NCP കോഴിക്കോട് ജില്ലാ അധ്യക്ഷൻ മുക്കം മുഹമ്മദ് തുറന്നടിച്ചതിന് പിന്നാലെയാണ് പ്രതികരണം. കോഴിക്കോട്ടെ NCP പ്രവർത്തകന്മാർ എല്ലാ കാലത്തും ഇത്തരം കാര്യങ്ങളിൽ ദേശീയ നേതൃത്വത്തിൻ്റെ അന്തിമ തീരുമാനം ശിരസാ വഹിച്ചുകൊണ്ട് സത്യസന്ധമായി പ്രവർത്തിച്ചു പോകുന്ന പാരമ്പര്യമുള്ള നല്ല കരളുറപ്പുള്ള പ്രവർത്തകന്മാരുടെ പാർട്ടിയാണ് കോഴിക്കോട്ടെ NCP. അതുകൊണ്ട് പാർട്ടി എന്താണോ തീരുമാനിക്കുന്നത് അതിനപ്പുറം ആരും ഇതുവരെ അഭിപ്രായം പറഞ്ഞിട്ടില്ല, അവർ പറയുകയില്ല. ഞാൻ സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ട് എൻ്റെ കാര്യം ഞാനല്ല എൻ്റെ കാര്യം പാർട്ടിയാണ് തീരുമാനിക്കുന്നത്. പാർട്ടി മത്സരിക്കണ്ടെന്ന് പറഞ്ഞാൽ മത്സരിക്കില്ല, മത്സരിക്കണം എന്ന് പറഞ്ഞാൽ എത്ര പ്രയാസമുണ്ടെങ്കിലും മത്സരിക്കും. പക്ഷെ പറയേണ്ടത് ആരാണ്? പറയേണ്ടത് എൻ്റെ പാർട്ടിയുടെ ഉത്തരവാദപ്പെട്ട നേതൃത്വമാണ് എന്നോട് നിങ്ങൾ മത്സരിക്കണമെന്ന് പറയേണ്ടത്. നിങ്ങൾ ഇനി തവണ മത്സരിക്കുന്നുണ്ടോ എന്ന് എന്നോട് ചോദിക്കേണ്ടത്. അതൊക്കെ അവരാണ്. ആ ചോദിക്കുമ്പോൾ ആ ലെവലിൽ മാത്രം നടക്കുന്ന ചെറിയ വൃത്തത്തിൽ നടക്കുന്നൊരു ചർച്ചയാണ്. അത് ഇപ്പോൾ പൊതുവെ ചർച്ച ചെയ്യേണ്ടത് അനവസരത്തിലാണ്, അനൗചിത്യമാണ്, അനാവശ്യമാണ്. നിഖിൽ പ്രമേഷാണ്. നിഖിൽ, AK ശശീന്ദ്രൻ മത്സരിക്കേണ്ടെന്ന് മുക്കം മുഹമ്മദ് പറയുകയും മത്സരിക്കണമെന്ന് റസാഖ് മൗലവി മുക്കം മുഹമ്മദിനെ ആഞ്ഞടിച്ച് തള്ളിക്കൊണ്ട് രംഗത്ത് വരികയും ചെയ്തു. ഇപ്പം മന്ത്രി അങ്ങനെയൊക്കെ പറഞ്ഞാലും എന്താണ് അതിനകത്ത് നടക്കുന്ന രാഷ്ട്രീയമെന്ന് ഓഫ് ദ റെക്കോർഡ് മന്ത്രി പറഞ്ഞോ? കിടിലം ഗോൾഡ് ഗ്ലാസ് നിഖിൽ. ഹാഷ്മി കൃഷ്ണ, ഇതിൽ സംഭവിക്കുന്നത് ഇതാണ്. 7 തവണ നിയമസഭയിലേക്ക് മത്സരിച്ചയാളാണ് AK ശശീന്ദ്രൻ. 6 തവണ വിജയിച്ചു, 10 വർഷം തുടർച്ചയായി മന്ത്രി. അപ്പോൾ സ്വാഭാവികമായിട്ട് NCPയിൽ ഇനി ഒരു പുതിയ തലമുറയ്ക്ക് വളർന്നു വരേണ്ടതുണ്ടല്ലോ. അതിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള മണ്ണ് എന്ന് പറയുന്നത് എലത്തൂർ തന്നെയാണ്. അവരൊക്കെ വളരെയധികം വിജയസാധ്യതയുള്ള ഒരു പ്രദേശമാണ്. പക്ഷെ അവിടെ ഇത്തവണ വീണ്ടും AK ശശീന്ദ്രൻ മത്സരിക്കാൻ കുപ്പായം തുന്നി തയ്യാറെടുക്കുന്നു എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നതിനിടയിലാണ് അങ്ങിങ്ങായി പറഞ്ഞു കേട്ടിരുന്ന വാർത്ത ഒടുവിൽ ജില്ലാ അധ്യക്ഷൻ തന്നെ സ്ഥിരീകരിക്കുന്നത്. അതായത് ഇനിയും AK ശശീന്ദ്രൻ മത്സരിക്കുമെന്ന് താൻ കരുതുന്നില്ല, താൻ അടക്കമുള്ള NCP ജില്ലാ കമ്മിറ്റിയിലെ ഭൂരിഭാഗം ആളുകളും കരുതുന്നില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അത് നേരിട്ട് മന്ത്രിയോട് പറയാനുള്ള കാര്യം അദ്ദേഹം മാധ്യമങ്ങളിലൂടെ പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇന്നലെ നമ്മൾ മുക്കം മുഹമ്മദിന്റെ പ്രതികരണം പുറത്തുവിട്ടതിന് പിന്നാലെയാണ് നമ്മൾ മന്ത്രിയെ കണ്ടത്. മന്ത്രി പറയുന്നത് ഇത് കോഴിക്കോട്ടെ പാർട്ടിയല്ല ഇക്കാര്യം തീരുമാനിക്കുന്നത്, ദേശീയ നേതൃത്വമാണ് സാധാരണഗതിയിൽ ഇങ്ങനെ ആര് മത്സരിക്കണം എന്നുള്ള കാര്യത്തിലൊക്കെ ഒരു തീരുമാനമെടുക്കുന്നത്. എലത്തൂരിൽ മത്സരിക്കേണ്ടത് സംസ്ഥാനത്ത് പാർട്ടിയെ നയിക്കാൻ കഴിവുള്ള ആളാകണം എന്നാണ് മന്ത്രി നമ്മളോട് പറഞ്ഞത്. എന്ന് മാത്രമല്ല, ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചർച്ചകൾ നടത്തുന്നത് തികച്ചും അനവസരത്തിലാണ് എന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ട്. NCPക്ക് ഏതാനും സീറ്റുകളിൽ മാത്രമേ തീരുമാനമെടുക്കാനുള്ളൂ. കോൺഗ്രസിനെയോ CPMനെയോ ഒക്കെ പോലെ ഒരുപാട് സീറ്റുകളിൽ തീരുമാനമെടുക്കാനില്ല. അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പൊക്കെ പ്രഖ്യാപിച്ച ശേഷമേ അങ്ങനെയുള്ള ചർച്ചകളിലേക്ക് കടക്കാറുള്ളൂ. ആരെങ്കിലും ഇപ്പോൾ ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ നടത്തുകയാണെങ്കിൽ അത് തികച്ചും അനവസരത്തിലാണ്, അനാവശ്യമാണ് എന്നുകൂടി മന്ത്രി പറഞ്ഞു വെക്കുകയാണ്. അതോടൊപ്പം തന്നെ പാർട്ടി തന്നോട് മത്സരിക്കാൻ ആവശ്യപ്പെട്ടാൽ എത്ര ബുദ്ധിമുട്ടുണ്ടെങ്കിലും താൻ മത്സരിക്കുമെന്നും അദ്ദേഹം പറയുന്നുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.